ക്യാബോയിലെ 2 മെയിൻ ടൗണുകളാണ് സാൻ ഹോസെ ഡെ കാബോയും ക്യാബോ സാൻ ലൂക്കസും. ഞങ്ങൾ ചെന്നൈ അന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ സാൻ ഹോസെ കാണാനായിട്ട് ഇറങ്ങി. സാൻ ഹോസെ കൂടുതലും ഒരു കൾച്ചറൽ വൈബാണ്, ആർക്കിടെക്ചറും മെക്സിക്കൻ ട്രഡീഷനും ഒക്കെ ഷോക്കേസ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അതിലേക്കൂടെ നടന്ന പിള്ളേർ കുറച്ച് ആക്രിയൊക്കെ മേടിച്ചു. അന്നേരമാണ് അവിടെ ഒരു ട്രഡീഷണൽ ഡാൻസ് പ്രാക്ടീസ് കണ്ടത്. ആ നോട്ടും നിപ്പോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ഡാൻസ് പഠിച്ച് അരങ്ങേറുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ പോന്നപ്പോൾ നമ്മുടെ നാട്ടിലെ കണിക്കൊന്ന, പിന്നെ അരളിപ്പൂവോ, എനിക്ക് ആ പൂവിൻ്റെ പേരറിയില്ല, പക്ഷെ നല്ല മണമുള്ളൊരു പൂവില്ലേ, അതെല്ലാം കണ്ടു. പിന്നെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് വാൾമാർട്ടിൽ കയറി ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്തു. ഞങ്ങൾക്ക് 3-4 ദിവസം ഉള്ളതുകൊണ്ട് ബ്രെഡ്, മുട്ട, പാൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ രാത്രി തിരിച്ച് റൂമിലേക്ക് എത്തി. പിറ്റേ ദിവസം രാവിലെ 6:45 ഞാനും ജിമ്മി എണീക്കുന്ന ഒരു സ്ത്രീയുടെ ഹെൽപ്പ് എന്ന് പറഞ്ഞ കരച്ചിൽ കേട്ടോണ്ടാണ്. ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ഒരു സ്ത്രീയുടെ ഭർത്താവ് തിരയിൽപ്പെട്ടു. അപ്പോൾ ജിമ്മി ഉടനെ ഓടി അങ്ങോട്ട് പോയി. ഞാൻ ഉടനെ ഫ്രണ്ട് ഡെസ്കിൽ ഹെൽപ്പിനെ വിളിച്ചു. എങ്ങനെ വന്നാലും അയാൾ മരിച്ചുപോയി. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അതൊരു ഷോക്കായിപ്പോയി. ഞങ്ങൾ കുറേ നേരം എടുത്തു ഞങ്ങൾക്കൊന്ന് പ്രോസസ്സ് ചെയ്യാനായിട്ട് ആ ദിവസം. പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ച് പതുക്കെ ഞങ്ങൾ സാൻ ലൂക്കസ് ടൗൺ കാണാൻ ഇറങ്ങി. ഞങ്ങൾ ക്യാബോ സാൻ ലൂക്കസിലേക്കാണ് പോകുന്നത്. അപ്പം സാൻ ലൂക്കസ് ഒരു നൈറ്റ് ലൈഫ് വൈബും മെറീനയും അഡ്വഞ്ചർ സീക്കേഴ്സിനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. അതിലേക്കൂടെ ആ സ്ട്രീറ്റ്സിൽ കൂടെ നടക്കാനായിട്ടാണെങ്കിലും ഒരു പാർട്ടി ഗോവേഴ്സ് ഫീലിംഗ് ആണ്. എപ്പോഴും ഭയങ്കര മ്യൂസിക്കും നല്ല നല്ല റെസ്റ്റോറൻറ്റ്സും കടകളുമൊക്കെ ആയിട്ട്. ഞങ്ങൾ അവിടുന്ന് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഒത്തൻറ്റിക് മെക്സിക്കൻ ഫുഡ് കഴിച്ചു. അവരുടെ പാട്ടൊക്കെ എൻജോയ് ചെയ്തു. അവിടുന്ന് കഴിച്ച നാച്ചോസ്, ബൊറീറ്റോസ്, ടാക്കോസ് എല്ലാത്തിനും ഒരു അടിപൊളി ഫ്ലേവറായിരുന്നു. നമ്മുടെ ഇവിടെ കഴിക്കുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിരുന്നു. ഞങ്ങളവിടുന്ന് ലഞ്ചെല്ലാം കഴിഞ്ഞ് സാധാരണ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ ഞാൻ കടകൾ തിണ്ടാനിറങ്ങി. എനിക്കൊരു ഷോർട്ട് ഗ്ലാസ് മതി, പക്ഷെ ഞാൻ കുറേ തിണ്ടും, കാരണം എനിക്കതെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് until we see next time, it's love from me to you. Thank you, bye bye. എല്ലാം കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോഴാണ് ഈ വിൽക്കാൻ വെച്ചിരിക്കുന്ന ആർട്ട് വർക്ക് ഞാൻ കണ്ടത്. അത് കണ്ടില്ല എന്നടിക്കാൻ എനിക്ക് പറ്റിയില്ല ഗൈസ്.